ഹായ് നമസ്കാരം. ആകാശായിരുന്നേ. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ശ്രദ്ധിക്കുകയുണ്ടായി. കായംകുളം യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഒരു പോസ്റ്ററായിരുന്നത്. കായംകുളം നഗരസഭ 43-ാം വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പോസ്റ്ററായിരുന്നു ഞാൻ കാണാനിടയായത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റർ വന്നതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് തിരക്കി. ആ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ആ 43-ാം വാർഡിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവനും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. അപ്പം അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നത്. അപ്പം കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തുമല്ലോ. കഴിഞ്ഞ ദിവസം കായംകുളം നഗരസഭ 43-ാം വാർഡിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കായംകുളം MLA ശ്രീമതി പ്രതിഭയുടെ അധ്യക്ഷതയിൽ മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ആ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ ജനം TV പോലുള്ള ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ അവരുടെ ഹെഡ്ലൈനായിട്ട് വന്നിരിക്കുന്നത് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഇസ്ലാം മത പണ്ഡിതരെ കൊണ്ട് പൂജ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്തിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളൊരു വാർത്ത ഞാൻ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് BJP-ക്കാരാണ്. BJP എന്ന് പറയുന്നൊരു പാർട്ടിയാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. സത്യത്തിൽ ഈ ചാലിശ്ശേരി തങ്ങൾ അദ്ദേഹം ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരാളുടെ ചരമവാർഷികത്തിന് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് ഈ തങ്ങൾ. അപ്പോൾ ഈ തങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തത് നമ്മുടെ ഈ പറയുന്ന ഈ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇത് പാർക്ക് ചെയ്തിരുന്നത്. തങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ സെൻറ്ററിൻ്റെ അടുത്ത് എത്തുകയും അവിടെ നിന്നിരുന്ന ഈ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ ഇദ്ദേഹത്തിനെ നമ്മുടെ പുതിയ സെൻറ്ററാണെന്നും തങ്ങളൊന്ന് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും, തങ്ങൾ സ്വാഭാവികമായിട്ടും രോഗികളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയല്ല, മറ്റൊരു ഉദ്ദേശമൊന്നുമല്ല. പുള്ളിയുടെ ഇസ്ലാം മതം പ്രൊമോട്ട് ചെയ്യാനായിട്ടൊന്നും വന്നതൊന്നുമല്ല. അപ്പം ഈ തങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് ആരൊക്കെയോ എന്തൊക്കെയോ ഉദ്ദേശത്തോടു കൂടി ഇത് സ്പ്രെഡ് ചെയ്യും. കുറേ ആളുകൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു. മറ്റു ചിലർ ഇതിനെ എന്തൊക്കെയോ, ഞാനത് പറയുന്നില്ല, ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പല സർക്കാർ പരിപാടികളിലൊക്കെ നിലവിളക്ക് കത്തിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. മിക്ക പരിപാടികൾക്കും, ഒരു 90% പരിപാടികൾക്കും ഞാൻ കണ്ടിട്ടുള്ള പരിപാടികളൊക്കെ ഈ നിലവിളക്ക് കത്തിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. അതിനൊരു കുറ്റവും കാണാത്തവർ ഒരു ഹോസ്പിറ്റലിൽ ഉദ്ഘാടനത്തിനായിട്ട് വന്നതൊന്നുമല്ല, ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് എടുത്ത പ്രാർത്ഥനയൊന്നും, ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന ആ ഒരു പ്രാർത്ഥന ഒരിക്കലും ഒരു തങ്ങൾ വന്നിട്ട് ഇനി ഇവിടെ വരാൻ പോകുന്ന രോഗികളൊക്കെ നശിച്ചു പോകണമെന്നൊന്നും തങ്ങൾ വന്ന് പ്രാർത്ഥിക്കത്തില്ല. അല്ലെങ്കിൽ ഇവിടെ വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം രോഗശാന്തി ഉണ്ടാവട്ടെ, മറ്റുള്ള ആൾക്കാർക്കൊന്നും രോഗശാന്തി ഉണ്ടാവില്ല, അവരൊക്കെ രോഗം വന്നങ്ങ് നശിച്ചു പോകണമെന്നൊന്നും തങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ പക്ഷേ ഇതെന്തൊക്കെയോ എന്തോ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ഇതൊക്കെ വലിയ രീതിയിൽ ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ സ്പ്രെഡാവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കൊന്ന് ഒരു വർഷമായെന്ന് തോന്നുന്നു, 1.5 വർഷമായെന്ന് തോന്നുന്നു, ചേരാവള്ളിയിലെ ജമാഅത്തിൽ അവർ തന്നെ ഒരു ഹിന്ദു സഹോദരങ്ങളുടെ വിവാഹം നടത്തിയിരുന്നു. അന്ന് കൈയടിച്ച ജനങ്ങളാണ് നമ്മുടെ കായംകുളത്തേത്. മനസ്സിലായി, അതിനെ 2 കൈ കൊണ്ട് സ്വീകരിച്ച ജനങ്ങളാണ് കായംകുളത്തെ ജനങ്ങൾ. ആ കായംകുളത്തെ ജനങ്ങളൊന്നും ഒരിക്കലും ഈ ഒരു തങ്ങൾ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചതിനൊന്നും ആരും അതിനകത്ത് കുറ്റമൊന്നും ഒരിക്കലും കാണില്ല. ആരും അതിനകത്ത് വേറൊരു തലത്തിലേക്കൊന്നും ആരും ചിന്തിക്കത്തുമില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന BJP-യെ പോലുള്ള വർഗീയ പാർട്ടിയിലെ അംഗങ്ങളുണ്ട്. പക്ഷേ അവരെ പോലെ ഒരിക്കലും കായംകുളത്തെ മറ്റ് പ്രസ്ഥാനത്തിൽ ഉള്ളവരും കായംകുളത്തെ രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളാരും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇതെൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നില്ല. പാർട്ടിയുടെ അഭിപ്രായം ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ ആരോടും എൻ്റെ നേതൃത്വത്തോടും ഞാൻ തിരക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം കേരളത്തിലെ സർക്കാരുകൾ, ഇപ്പോൾ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ആരും ആയിക്കോട്ടെ,
അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലൊക്കെ കൃത്യമായിട്ടും രാഷ്ട്രീയം മാത്രമേ അതിനകത്തൊക്കെ ആൾക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പരിപാടിയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സർക്കാരുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പോലും ഈ ഗണപതി ഹോമങ്ങളും വലിയ തന്ത്രിമാരൊക്കെ വന്നിട്ട് നടത്തുന്ന ഈ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നേക്കുന്ന അതേ ചേഷ്ടികളൊക്കെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. മനസ്സിലായി. ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന തെലങ്കാനയിലാണ്. ഈ തെലങ്കാനയിലെ സർക്കാർ അധികാരമായിട്ട സമയത്തൊക്കെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ. അവിടുത്തെ ഒരു മന്ത്രിമാരത്ത് കയറുന്നതിന് മുമ്പായിട്ട് വരെ ഓഫീസുകൾ പൂജ ചെയ്ത് ആണ് ആൾക്കാർ കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. നമ്മൾ ഇതിനെയൊന്നും പ്രത്യേക രീതിയിൽ കണ്ടിട്ട് അതൊരു വേറൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ 2025 ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, ഈ ജാതിയും മതവും ഒക്കെ ചിന്തിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ വലിയ ഒരു നാശത്തിലേക്കായിരിക്കും അതൊക്കെ അതിനെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ കൂടെ നിങ്ങളോട് പറയാം. ഞാൻ കായംകുളത്തെ രാഷ്ട്രീയമൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ 1-2 സുഹൃത്തുക്കൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് വിഷം, അന്ന് എനിക്കതിൻ്റെ വിഷമമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ അത് കുറച്ചൊക്കെ നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലായി. അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ചപ്പോൾ അവനോട് ഞാനിത് പറയുകയുണ്ടായി. പണ്ട് എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ വിഷങ്ങൾ കുത്തിവെച്ച് തന്ന ആളുകളുണ്ട്. അത് മറ്റുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് എൻ്റെ 1-2 സുഹൃത്തുക്കൾ വേണമെങ്കിൽ ഞാൻ പറയാം. എന്നെ ഇതുപോലെ വിഷം എൻ്റെ മനസ്സിൽ കുത്തിവെച്ച് തന്നിട്ടുണ്ട്. കായംകുളത്തെ കോൺഗ്രസ് പാർട്ടിയിലെ മുസ്ലിങ്ങളൊക്കെ നിനക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് കുറേ എക്സാമ്പിളൊക്കെ സഹിതം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. ഒരു പരിധി വരെ അതൊക്കെ ഞാൻ ആ സമയങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ സമയങ്ങളിലൊക്കെ എൻ്റെ പക്വതക്കുറവും എൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ഞാനത് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ പാർട്ടിയുടെ ആ ഒരു വൈഡ് തിങ്കിങ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ആഴത്തിലുള്ള എൻ്റെ പാർട്ടിയുടെ ആ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് എത്തുകയും പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ അന്ന് ചിന്തിച്ചൊന്നുമല്ല യഥാർത്ഥ എന്താ പറയുക വിഷയം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ. നമ്മൾ ഇപ്പം ജീവിക്കുന്ന 2025 ആ വർഷത്തിലാണ്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഓർമ്മ വേണം. മനസ്സിലായോ? ഞാൻ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടന്ന സമയത്തായാലും ഒക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്പലങ്ങളിൽ പോകാറുണ്ട്, ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ടായിരുന്നു, മുസ്ലിം പള്ളികളിൽ പോകാറുണ്ട്. അതിപ്പോഴല്ല, അവർ പണ്ടേ മുതൽ അങ്ങനെയാണ് അവർ ശീലിച്ചേക്കുന്നത്. അങ്ങനെയാണ് നോമ്പ് സമയത്ത് പടിയിറ്റ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അയാൾ കഞ്ഞിയും കുടിച്ച് ഞാനും നോമ്പ് മുറിച്ചിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഇതിനെയൊന്നും നമ്മളൊരിക്കലും ഈ ഒരു തങ്ങൾ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിനൊന്നും നമ്മളൊരിക്കലും വർഗീയവൽക്കരിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ മറ്റു ചില മുസ്ലിം സഹോദരങ്ങളുടെ പോസ്റ്റ് ഞാൻ കാണാനിടയായി. അവർ ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. എനിക്കറിയത്തില്ല അവരങ്ങനെയൊക്കെ വിമർശിച്ചാൽ അവരൊക്കെ ഭയങ്കര മതേതരവാദികളാണെന്നൊക്കെ ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണോ അവരങ്ങനെയൊക്കെ എഴുതിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട. ഒരു തങ്ങൾ വന്നു അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ട് പോയി, അത് എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരിക്കലും നമ്മളിതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല. നമ്മളങ്ങനെ ചിന്തിക്കുകയോ വേണ്ട. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഞാൻ മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ കണ്ടിട്ട് ഇതുപോലെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ വളരെ സാഹോദര്യത്തോടുകൂടി ഭയങ്കര സ്നേഹത്തോടൊക്കെ ജീവിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റു സംസ്ഥാനത്തൊക്കെ പോയി താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. 1-2 ഇൻസിഡൻറ്റുകൾ മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ബിലാൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരന് അവന് ഉണ്ടായ കുറേ പ്രയാസങ്ങളെ പറ്റി മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടൊക്കെ ജീവിക്കാൻ നിലവിൽ കേരളത്തിലുള്ള അതിൻ്റെ ഒരു സാഹചര്യം. ചിലപ്പോൾ അത് ഈ സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റം അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ പക്ഷേ ഇവരുടെ BJP പോലുള്ള വർഗീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്കിടയിലേക്ക് വർഗീയത ഇഞ്ചക്ട് ചെയ്ത് അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കായംകുളത്തെ ജനങ്ങൾ ഈ ഒരു BJPയുടെ ഈ ഒരു നാടകത്തിലേക്ക് നിങ്ങൾ വീഴരുത്. ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയ അജണ്ടയോട് കൂടിയിട്ടുള്ള
ഒരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു തങ്ങൾ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതിനകത്തൊന്നും ഒരിക്കലും അതൊന്നും ഈ നാട്ടിലെ ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയും ആരെയും ബാധിക്കത്തില്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ പരിപാടി ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ നടക്കത്തില്ലെന്ന്. സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ട് പുള്ളി അവിടെ മതപരിപാടികളൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് വന്നിട്ടൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ഞാൻ ആ വീഡിയോ കുറേ ഇരുന്ന് കേട്ടു. ആ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? എല്ലാവരും നന്മകൾ മാത്രമേ പറയുന്നത്. ആ നന്മകൾ അങ്ങനെ വന്നിട്ട് പറയുന്നത് എന്താണ് പ്രശ്നം? മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം, നല്ലത് ചിന്തിക്കുക. നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറരുത്. അത് വലിയ രീതിയിൽ ആപത്താണ്. അത് പലപ്പോഴായിട്ട് ഞാൻ അത് എന്താ പറയുക, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ ആ ഒരു വിലയും ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുക. അപ്പോൾ ഇനി ആ വിഷയത്തെപ്പറ്റി നമുക്ക് ഇനി ചർച്ച വേണ്ട, എല്ലാവരും അതങ്ങ് ഉപേക്ഷിക്കുക. കാരണം അത് അത്രയേ ഉള്ളൂ. അതിനകത്ത് ആ ഒരു വലിയൊരു ഇൻസിഡൻ്റായിട്ടൊന്നും ആരും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുകയാണ്, ഹാപ്പി ആയിട്ട് നിൽക്കുക, നമ്മളിങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റുക. അപ്പോൾ ബൈ.